വൈകുന്നേരം ചായക്കായിട്ട് ഇത് കുറച്ച് കപ്പ അങ്ങോട്ട് കൊണ്ടുപോയി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കപ്പ വാങ്ങുന്ന ദിവസങ്ങളിലെല്ലാം നമ്മൾ മുളകും തേങ്ങയൊക്കെ ഇട്ടൊന്ന് ഉടച്ച് പുഴുകിയാണ് അങ്ങനെ എടുക്കാറുള്ളത്. അപ്പോൾ ഏതായാലും ഇന്നൊന്ന് ചേഞ്ച് ആകാം അല്ലേ. അപ്പോൾ ഇത് നല്ല ചെണ്ടും കപ്പ അങ്ങോട്ട് റെഡിയാക്കാനായിട്ട് പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് തൊലിയൊക്കെ കളഞ്ഞൊന്ന് കഴുകി എടുത്ത് 2 പീസായിട്ടൊന്ന് കട്ട് ചെയ്തും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നേരെ കലത്തിലേക്ക് ഇട്ട് ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പൊക്കെ ഇട്ടതിന് ശേഷം നേരെ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. തിളച്ച് വരാൻ തുടങ്ങുമ്പോഴേക്കും നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു. വേണമെങ്കിൽ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി അതൊന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് നമ്മുടെ കപ്പയ്ക്ക് വേണ്ടിയിട്ടുള്ള ചമ്മന്തിയും കൂടെ അങ്ങനെ അരച്ചെടുക്കാം. ചെണ്ടും കപ്പയാകുമ്പോഴേക്കും കാന്താരി ചമ്മന്തി ആണല്ലോ ബെസ്റ്റ്. അപ്പോൾ അതേ കുറച്ച് കാന്താരിയും ചുവന്നുള്ളിയും പുളിയും ഉപ്പും അതുപോലെ നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നമ്മുടെ ചമ്മന്തി അങ്ങോട്ട് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും നമ്മുടെ കട്ടനും കപ്പയൊക്കെ അങ്ങോട്ട് റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെയാണ് എന്തോ ഒന്ന് മിസ്സാണല്ലോ ഓർത്തത്. അപ്പോൾ അതേ കുറച്ച് ഉണക്കമീൻ ഇരിക്കുന്നുണ്ടായിരുന്നു. അതും കൂടെ ഒന്ന് കഴുകി മുളകൊക്കെ തിരുമ്പി നമ്മളൊന്ന് പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നേ. ഇതാകുമ്പോൾ ഒരുപാട് പണിയൊന്നുമില്ലല്ലോ, എന്നാലോ നല്ല അടിപൊളിയായിട്ടുള്ള ചായ കൂടിയും നടക്കും. അപ്പോൾ അതേ കപ്പയും ചമ്മന്തിയും ഉണക്കമീൻ പൊരിച്ചതും നല്ല കട്ടനൊക്കെ കൂട്ടി